സംരംഭകൻ, സാമൂഹ്യ പ്രവർത്തകൻ, അതുപോലെ തന്നെ ചലച്ചിത്ര നിർമ്മാതാവ്, ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ പ്രസിദ്ധനാണ് ശ്രീ എ.വി. അനൂപ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് മെഡിമിക്സ് എന്ന ഒറ്റ ബ്രാൻഡ് മതി. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ പുറത്ത് വളരെ വിജയകരമായി സംരംഭം നടത്തുന്ന അദ്ദേഹം കേരളത്തിലെ ബിസിനസ് സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നോക്കാം. നമസ്കാരം സാർ. ഞാൻ ചെന്നൈയിലിരുന്ന് ബിസിനസ് നടത്തുന്നുവെങ്കിലും കേരളത്തിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് മേളം മസാലയുണ്ട്, സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ ഭാഗമാണ്. ഇവിടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജുണ്ട്. അങ്ങനെ പല സംരംഭങ്ങളിലും ഞാനുണ്ട്. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ള ഒരിതില്ല. കേരളത്തിൻ്റെ വ്യാവസായിക മാപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നതെന്നും എന്താണ് സാഹചര്യമെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് മേളം ഫാക്ടറി ഇവിടെ റൺ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ എടുത്തു പറയാനായിട്ട് അങ്ങനെ ദോഷമായിട്ടൊന്നും പറയാനില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇന്ത്യക്കകത്ത് ഏത് സംസ്ഥാനത്തിലും പുറമേ നിന്നുള്ള ഒരാൾ വന്ന് ബിസിനസ് തുടങ്ങുമ്പോഴുള്ള സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒന്നാണ്. അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും, കുറച്ച് കൂടാൻ കുറച്ച് കുറയാൻ ചില ഏരിയയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് പ്രത്യേകിച്ച് വ്യാവസായിക സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് അനുയോജ്യം തന്നെയാണ്. വൻ സംരംഭങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാൻ അതുപോലെ തന്നെ ഇൻമക്കിൻ്റെ പരിപാടിയിൽ സംസാരിച്ചപ്പോഴും അതാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നല്ല ബ്രാൻഡുകൾ, നമ്മുടെ ആശയങ്ങൾ, ഇന്നൊവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ ലോക വിപണിയിൽ എങ്ങനെ വിൽക്കാം, ലോക വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ ഈ കുറഞ്ഞ സാധ്യതകൾ, കാരണം ചെറിയൊരു നാടാണ്, ഇവിടെ ലാൻഡൊക്കെ വളരെ പരിമിതമായിട്ടേ ഉള്ളൂ എന്നുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അതിനിപ്പോൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളും അതിന് നല്ല ഉദാഹരണമാണ്. ഞങ്ങളുടെ മെഡിമിക്സ് ആയാലും മേളമായാലും എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സഞ്ജീവനം വഴി നമുക്ക് കേരളത്തിലേക്ക് ചികിത്സയ്ക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാർ പറഞ്ഞ പോലെ ടൂറിസം, ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങിയ ഭയങ്കര കേരളത്തിൻ്റെ വളരെ കോറായിട്ടുള്ള ഒരു മേഖലകളാണ് ഇതെല്ലാം. ഈ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്തേക്ക് പുതിയതായിട്ട്, അതായത് ഫുഡ് പ്രോസസ്സിങ്ങിൽ അതല്ലെങ്കിൽ ആയുർവേദ ബിസിനസ്സിലേക്കൊക്കെ പുതിയതായിട്ട് കടന്നു വരുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സാധ്യതകൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എത്രയാണ് ഇപ്പോൾ ആയുർവേദം ഈ കേരളത്തിലൊരു വലിയ സാധ്യതയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലുള്ള കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ ഒരു വിപണി എന്ന് പറയുന്നത് മറ്റു പല മേഖലകളിലും അല്ല, മറുനാട്ടിലുള്ള ഒരു കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ ചിലപ്പോൾ ഒരു 10% പോലും മൊത്തം കേരള ആയുർവേദം ഇന്ന് ഇല്ല. പക്ഷേ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്ട്സാണ് ഉണ്ടാക്കേണ്ടത്. ആയുർവേദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും വിദേശ രാജ്യങ്ങളിൽ ആയുർവേദത്തിന് റെക്കഗ്നിഷൻ കിട്ടാനൊക്കെയുള്ള ശ്രമം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയൊക്കെ നേടേണ്ട ആവശ്യമുണ്ട്. അതുതന്നെയാണ് ടൂറിസം മേഖലയിലും ഉള്ളത്. ടൂറിസത്തിന് അനന്യമായ സാധ്യതകളാണുള്ളത്. ഇവിടുത്തെ നമ്മൾ പ്രത്യേകിച്ചൊരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറൊന്നും അതിന് വേണമെന്നില്ല. കേരളം പ്രകൃതി സൗന്ദര്യത്താൽ സമ്പൽ സമൃദ്ധമാണ്. അപ്പോൾ എന്താണോ കേരളം അത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്താൽ തന്നെ അതിന് വളരെ ഏറിയ സാധ്യതകളുണ്ട്. ആകെ ഉള്ളത് ഇവിടുത്തെ മാറി വരുന്ന നിയമങ്ങൾ. വിദേശത്തു നിന്നൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്ന ആളുകൾ ചിലപ്പോൾ അവരിവിടുന്ന് പോയ കാലത്തെ കേരളമായിട്ടൊക്കെ ആയിരിക്കും മനസ്സിൽ താരതമ്യപ്പെടുത്തുന്നത്. പക്ഷേ കാലഘട്ടം മാറിയിട്ടുണ്ട്, സാധ്യതകൾ മാറിയിട്ടുണ്ട്. സാറൊന്ന് പറയാമോ? സാർ ഇവിടുന്ന് പോയ കാലഘട്ടവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഞാൻ പോകാൻ കാരണം എൻ്റെ അച്ഛൻ എനിക്ക് 19 വയസ്സുള്ളപ്പോൾ മരിച്ചു. അദ്ദേഹം കേരള ഫിഷറീസിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഡൈയിങ് ഇൻ ഹാർനസ് സ്കീമിൽ എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ആ ജോലി കിട്ടുന്നതിന് മുമ്പ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം. അപ്പോൾ അതിനു മുമ്പ് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, മറ്റ് പേപ്പറുകളെല്ലാം ശരിയാക്കണമല്ലോ. അതിനു വേണ്ടി കയറി അലഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളാണ്, തിക്ത അനുഭവങ്ങളാണ് എൻ്റെ ബിസിനസ്സുകാരനാക്കി മാറ്റിയത്. ഇല്ല, അന്നത്തെ സാഹചര്യത്തിൽ അവരൊക്കെ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ കഷ്ടകാലമായിരുന്നു അത്. അതുകൊണ്ട് ഇന്നെനിക്ക് അവരോട് സന്തോഷമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതൊക്കെ മാറി. ഇന്ന് നല്ല പ്രൊഫഷണലിസം ഉണ്ട്. നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തന്നെ വളരെ പ്രോആക്റ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ഞാൻ സ്റ്റാർട്ടപ്പിലൊക്കെ വന്ന പുതിയ ആൾക്കാരോട് സംസാരിച്ചു, അവർ എങ്ങനെയാണ് അവരുടെ അനുഭവം. അവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റ് പരിമിതികൾ മൂലമാണ് പല തടസ്സങ്ങളും ഉണ്ടാകുന്നത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടോ ജനങ്ങളുടെ പിന്തുണയുടെ കാര്യത്തിലൊന്നും ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. നമ്മളുടെ ആ ബിസിനസ് രംഗത്ത് നിലവിൽ ഇപ്പോഴും ഉള്ള ആ പരിമിതികൾ എന്തൊക്കെയാണ്? പരിമിതികൾ എന്ന് പറയുന്നത് ഒന്ന്, ഇപ്പം നമുക്കൊരു ലാർജ് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ഒരു സ്ഥലം ഒരു 50 ഏക്കർ 60 ഏക്കറൊക്കെ ഒന്നിച്ച് വേണമെന്ന് പറഞ്ഞാൽ കിട്ടാനില്ല. പിന്നെ നമ്മുടെ ഈ സമ്പൽ സമൃദ്ധമായ നമ്മുടെ ഈ നാട് തന്നെയാണ്. അപ്പോൾ അത് എൻവയോൺമെൻറ്റ് ഇഷ്യൂസിന് സാധ്യതയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പാടം നികത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിമിതിയുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആരംഭിക്കാൻ. അതേസമയം IT പോലത്തെ ആയുർവേദം പോലെയുള്ള സംരംഭങ്ങളിലൊന്നും ആ ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇവിടെ നമ്മളെല്ലാവരും പറയുന്നതാണ് ഇവിടെ നല്ല കൃഷിയില്ല, പച്ചക്കറികളൊക്കെ പുറത്തുനിന്ന് വരുന്നു, വിഷമടിച്ചിട്ടുള്ള പച്ചക്കറികളാണ്. ഞാൻ ഈവൻ അഗ്രികൾച്ചർ മിനിസ്റ്ററോട് വരെ പറഞ്ഞിരുന്നു, ഇത് ഒരു ബ്രാൻഡായിട്ട് കേരളത്തിൻ്റെ ബ്രാൻഡായിട്ട് പച്ചക്കറി ഉൽപ്പാദനം ഓരോ വീടുകൾ വഴി തന്നെ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ ഒരു പ്ലാൻ ഗവൺമെൻറ്റിനുണ്ട്, അങ്ങനെ തുടങ്ങാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെ നല്ല പച്ചക്കറി വരാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ആവണമെന്നില്ല. നമ്മൾ കേരളത്തിലൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ വളരെ വില കുറഞ്ഞ് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലം കിട്ടാനുണ്ട്. അവിടെ നമുക്ക് ആയിരക്കണക്കിന് ഏക്കറിന് കൃഷി ചെയ്തിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവരാം. ചിലവ് വളരെ കുറവായിരിക്കും, കാരണം കൂലി കുറവാണ്, അവിടുത്തെ മറ്റ് ചിലവുകളെല്ലാം കുറവാണ്. ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ലേ ഉള്ളൂ. അതിപ്പോൾ എന്തായാലും ആ ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിന് നല്ല സാധ്യതയുണ്ട്. അതിനിപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലൊരു കൂട്ടായ രീതിയിലൊരു കമ്പനി തുടങ്ങുകയും ആ കമ്പനിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ കേരളത്തിൽ തന്നെ ഇതിനെ ലാൻഡ് നോക്കുന്നത്. കേരളത്തിൽ ലാൻഡില്ല എന്ന് നമുക്ക് തൊട്ട അയൽവക്കത്ത് സംസ്ഥാനത്ത് ലാൻഡ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അവിടെ ആരും തടസ്സം പറയുന്നില്ല നിങ്ങളുടെ ലാൻഡ് വാങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറി ചിന്തിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ആയുർവേദ രംഗത്ത് നമ്മളിപ്പോഴും അതുപോലെ തന്നെ ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സഞ്ജീവനം ഇത്രയും വലിയ നിലയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ തുടങ്ങിയത് ചെന്നൈയിലാണ്. അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ IP ഫെസിലിറ്റി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, സെൻറ്ററുകളാണ്. കാരണം അഡ്മിഷൻ വേണ്ടി വരുന്ന വിദേശികളോ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരോ അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് തന്നെ കേരള ആയുർവേദ എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ ബെസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഇൻ കേരള, ബെസ്റ്റ് ആയുർവേദ ഇൻ കൊച്ചി, അല്ലാതെ ആരും തന്നെ ബെസ്റ്റ് ആയുർവേദ ഇൻ ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെ ആരും സെർച്ച് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിനെ താങ്ക്സ് ടു നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഇതുവരെയുള്ള ഇനീഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നോർക്ക പോലെയുള്ള നമ്മുടെ സെറ്റപ്പ്, ആയുർവേദ എന്നുള്ള ബ്രാൻഡ് എന്തായാലും കേരളത്തിൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷായി. അപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചാൽ കേരളം മാത്രമേ ഉള്ളൂ. ആയുർവേദ റിസോർട്ടുകൾ മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങാൻ പറ്റും, മസാജ് ചെയ്യാനും വെറുതെ ഒരു റെജുവിനേഷൻ പാക്കേജ്. പക്ഷെ ഒരു ശരിക്കുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ കേരളം തന്നെയാണ് ബ്രാൻഡ്. സാർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യവസായികൾ കേരളത്തിന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെലങ്കാനയിലൊക്കെ യൂണിറ്റ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവരവിടെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അവരുടെ സാഹചര്യം നോക്കണം. ഇപ്പം ഞാൻ മേളം ഫാക്ടറി ഇവിടെ തുടങ്ങി, ഇവിടെ നല്ല രീതിയിൽ നടത്തുന്നു. പക്ഷേ ഞാനൊരു രണ്ടാമത് ഫാക്ടറി തുടങ്ങിയപ്പോൾ അത് ചെന്നൈയിലാണ് തുടങ്ങിയത്. കാരണം ചെന്നൈ മാർക്കറ്റ് ഫീഡ് ചെയ്യാൻ എനിക്ക് അവിടെ ഫാക്ടറി വന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിദേശത്തേക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചില ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്ര മാർക്കറ്റ് നമുക്ക് നല്ലൊരു മാർക്കറ്റായാൽ ആന്ധ്ര മാർക്കറ്റിലേക്കുള്ള ഉൽപ്പന്നം അവിടെ ഉൽപ്പാദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള മലയാളി സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുന്നവർ, മലയാളി മണ്ണിനെ സ്നേഹിക്കുന്നവർ, പിറന്ന നാടിനെ മറക്കാത്തവർ തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന പല ബ്രാൻഡുകളും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അതുകൊണ്ട് അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് സംഭവിക്കുന്നത്. പലരും മറുനാട്ടിൽ പോയി എന്നൊക്കെ പിന്നെ മീഡിയയിൽ വാർത്ത വരുന്നത് അത് വളച്ചൊടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പോകുന്ന ആൾ തന്നെ അദ്ദേഹത്തിനൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതൊക്കെ ആയിരിക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള ഇൻഡസ്ട്രി പൂട്ടിയിട്ട് ഇവിടുന്ന് പോയ ചരിത്രമൊക്കെ വളരെ കുറവാണ്. പുതിയ സംരംഭങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്. അല്ലാതെ ഇവിടെ നിലവിൽ ഉള്ള ഒരു ഫാക്ടറി ഒന്നും പൂട്ടിയിട്ട് ആരും പോകുന്നില്ല, എൻ്റെ അറിവിലില്ല. AVA ഗ്രൂപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പുതിയ ഏതെങ്കിലും മേഖലകളിലോട്ട് പോകുന്നുണ്ടോ? അടുത്ത ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ലോക കേരള സഭയുടെ സമയത്ത് ചീഫ് മിനിസ്റ്ററിന് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമാ നിർമ്മാതാവ് കൂടിയാണല്ലോ. അപ്പോൾ സിനിമാ നിർമ്മാണത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ ഒരു സിനിമാ പ്രോജക്റ്റിൻ്റെ ഒരു ഫിലിം പാർക്ക് പോലെയുള്ള ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഒരു കരട് രേഖ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് രാമോജി ഫിലിം സിറ്റി ഒക്കെ ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ രാമോജി വളരെ വലുതാണ്. പക്ഷേ ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി തന്നെ മതി. നമുക്ക്
അവിടെ അതില്ല, അവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അതൊക്കെ ഉണ്ട്. അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വരാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം അനുസരിച്ച് പ്രമുഖരായ നടീനടന്മാർക്കായാലും ടെക്നീഷ്യൻസിനായാലും ഇങ്ങോട്ട് വരാനൊരു താല്പര്യമുണ്ടോ, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിമിക്സിൻ്റെ അടുത്ത പദ്ധതികൾ? അല്ല, ഇത് എല്ലാം AVA ഗ്രൂപ്പിൻ്റെ ആണല്ലോ. മെഡിമിക്സിൻ്റെ പ്രോഡക്റ്റുകൾ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം മെഡിമിക്സിൻ്റെ ഷാമ്പു മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതൊരു ടൂത്ത് പേസ്റ്റ് ഇറക്കാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ ബ്രാൻഡ് പ്രോഡക്ട്സ് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രോജക്റ്റുകൾ വരുമ്പോൾ നമ്മുടെ AVA ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു.